ജാർഖണ്ഡ് സ്വദേശികളായ ആശയുടെയും ഗാലിബിൻ്റെതും സാധാരണ വിവാഹമാണെന്നും ലവ് ജിഹാദ് അല്ല എന്നും കേരള പോലീസ്. വിവാഹശേഷവും ഇരുവരും മതം മാറിയിട്ടില്ല എന്നും ആലപ്പുഴ ജില്ലാ പോലീസ് മേധാവി MP മോഹനചന്ദ്രൻ വ്യക്തമാക്കി. ഗാലിബിനൊപ്പം ആശ എത്തിയത് സ്വന്തം ഇഷ്ടപ്രകാരമെന്ന് അന്വേഷണത്തിൽ ബോധ്യപ്പെട്ടതായും പോലീസ് അറിയിച്ചു. ഇതൊരു ഡയറക്റ്റ് അഫെയറാണിത്, ഡയറക്റ്റ് കേസാണിത്. ഇങ്ങനത്തെ ഒരുപാട് സംഭവങ്ങൾ നമുക്ക് വരാറുണ്ട്. പലപ്പോഴും പല രക്ഷിതാക്കളും അവരെ ഇല്ലീഗൽ കസ്റ്റഡിയിലാണെന്ന് പറയുന്നതും അല്ലെങ്കിൽ അവരുടെ ബന്ധുക്കളൊക്കെ പറയുന്ന പല സംഭവങ്ങളിലും പോലീസ്, നേരത്തെ ഞാൻ പറഞ്ഞത് തന്നെ, പോലീസ് ചെന്ന് അവരുടെ മൊഴി രേഖപ്പെടുത്തുമ്പോഴോ മറ്റോ മനസ്സിലാവും ആണ്. അതുതന്നെ ഈ സംഭവത്തിലുണ്ടായിട്ടുള്ളൂ. ഇതിൽ നമ്മൾ ഈവ്സ് ആൻഡ് ബട്ട്സ് ഇപ്പോൾ സംസാരിക്കുന്ന ഒരർത്ഥമില്ല. ഇപ്പോൾ നിങ്ങൾ ഇവർ വന്ന 9th മുതൽ ഇത്ര വരായി, ഇതുവരെ അതൊന്നും ഉണ്ടായിട്ടില്ലല്ലോ, ഒന്നും ഉണ്ടാവാൻ പോകുന്നില്ല. ഉണ്ടെങ്കിൽ ആ സമയത്ത് പോലീസ് ലോ പ്രകാരം ആക്ട് ചെയ്യും. അവർ ഫസ്റ്റ് കിഡ്നാപ്പിംഗ് സമയം എന്ന് പറഞ്ഞ സമയത്ത് ആ പെൺകുട്ടിയെ കൊണ്ടുപോയാൽ മതിയൊരു സ്റ്റാൻഡ് ആദ്യം എടുത്തിരുന്നത് പോലീസ്. പക്ഷെ അപ്പോഴാണ് പെൺകുട്ടിയോട് തന്നെ ചോദിക്കുന്നത്. കാരണം ആ പെൺകുട്ടിയുടെ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ പോകാൻ തയ്യാറല്ല എന്നും ഇവിടെ കിഡ്നാപ്പ് എല്ലാന്നോടുകൂടി പിന്നെ അത് കഴിഞ്ഞു. മനീഷ് മഹിപാൽ ആലപ്പുഴയിൽ നിന്ന് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. മനീഷ്, പോലീസ് വിശദീകരിക്കുന്നത് എന്താണ് മനീഷ്? റിജിത്ത്, പ്രത്യേകിച്ച് സംസ്ഥാനത്തിന് പുറത്ത് ജാർഖണ്ഡിൽ ഇത് സംബന്ധിച്ച് വലിയ പ്രചരണം, ഇതൊരു ലവ് ജിഹാദ് ആണെന്നുള്ള വലിയ പ്രചരണം നടക്കുകയും അത് ജാർഖണ്ഡിൽ ഇവരുടെ നാട്ടിൽ അത് വലിയൊരു പ്രക്ഷോഭത്തിലേക്ക് നീങ്ങുകയും ചെയ്യുകയാണ്. ഇവർ കേരളത്തിലേക്ക് എത്തിയിരിക്കുന്നത് ലവ് ജിഹാദാണ്. ഇവരെ മതം മാറ്റി, അതായത് ഈ ആശാ വർമ്മയെ മതം മാറ്റിയാണ് ഈ മുഹമ്മദ് ഇവിടെ കേരളത്തിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നുള്ള ഒരു വലിയ പ്രചരണമുണ്ട്. അതുകൊണ്ട് തന്നെ ഒപ്പം തന്നെ ഈ ജാർഖണ്ഡിൽ നിന്നും രാജറപ്പ പോലീസ് കേരളത്തിലേക്ക് എത്തിയിട്ടുള്ളൂ. ഇന്നലെ വൈകിട്ട് എത്തിയത് ഈ മുഹമ്മദ് ഗാലിബിനെ അറസ്റ്റ് ചെയ്യാനുള്ള അറസ്റ്റ് വാറണ്ടുമായിട്ടാണ് എത്തിയിട്ടുള്ളത്. ഏത് നിമിഷവും അറസ്റ്റ് ചെയ്യാനുള്ള അവകാശം അവർക്കുണ്ട് എന്ന രീതിയിലാണ് നിലവിൽ കായംകുളം അവർ തമ്പടിച്ചിരിക്കുന്നത്. അവർ മടങ്ങിപ്പോകാൻ തയ്യാറായിട്ടില്ല. ഈ വിഷയവുമായി ബന്ധപ്പെട്ടാണ് ആലപ്പുഴ ജില്ലാ പോലീസ് മേധാവി ഇത് സംബന്ധിച്ചുള്ള കാര്യങ്ങൾ വ്യക്തമാക്കുന്നത്. അതായത് ഇവരുടെ മൊഴി നേരത്തെ തന്നെ കായംകുളം പോലീസ് രേഖപ്പെടുത്തിയിട്ടുള്ളതാണ്. ഇതൊരു ലവ് ജിഹാദ് അല്ല, ഇവർ വർഷങ്ങളോളം പ്രണയത്തിലാണ്. ഈ വിവാഹത്തിന് ശേഷം ഇവർ രണ്ടുപേരും മതം മാറിയിട്ടില്ല. രണ്ടുപേരും അവരുടെ തന്നെ മതത്തിൽ വിശ്വസിക്കുകയാണ്. ഇതൊരു സ്പെഷ്യൽ മാരേജ് ആക്ട് പ്രകാരമാണ് വിവാഹിതരായത്. രണ്ടുപേർക്കും പ്രായപൂർത്തിയായവരാണ്. പക്ഷേ ഈ നിലവിൽ ജാർഖണ്ഡിൽ എത്തിയ രാജറപ്പ എന്നെത്തിയ പോലീസ് ആദ്യം പറഞ്ഞത് ഇയാളെ കസ്റ്റഡിയിൽ വേണമെന്ന രീതിയിലാണ്, അതായത് അറസ്റ്റ് വാറണ്ടുമായി എത്തി. പക്ഷേ പിന്നീട് ഒരു ഒത്തുതീർപ്പ് എന്ന നിലയിൽ ആശാ വർമ്മയെ മാത്രം മടങ്ങിപ്പോകാമെന്ന് രാജറപ്പ പോലീസ് അറിയിച്ചു. പക്ഷേ അത് കേരള പോലീസ് അല്ലെങ്കിൽ ആലപ്പുഴ ജില്ലാ പോലീസ് മേധാവി അത്തരം ഒത്തുതീർപ്പല്ല, ഇത് കോടതിയുടെ പരിഗണനയിരിക്കുന്ന വിഷയമാണ്. കാരണം ഇതുമായി ബന്ധപ്പെട്ട് നിലവിൽ ആശാ വർമ്മയുടെയും ഒപ്പം തന്നെ ഈ മുഹമ്മദ് ഗാലിബിൻ്റെയും അഭിഭാഷക ഇന്ന് ഹൈക്കോടതിയിൽ ഇത് സംബന്ധിച്ച് ഇവരുടെ സംരക്ഷണം, പോലീസ് സംരക്ഷണം ആവശ്യപ്പെട്ടുകൊണ്ടൊരു റിട്ട് ഹർജി ഹൈക്കോടതി സമർപ്പിച്ചിട്ടുണ്ട്. അന്ന് കോടതിയുടെ പരിഗണനയിരിക്കുന്ന വിഷയമായതുകൊണ്ട് തന്നെ അങ്ങനെ ആശാ വർമ്മയെ വിട്ടുകൊടുക്കാൻ കഴിയില്ല. ഇവർക്ക് എല്ലാ വിധത്തിലുള്ള സംരക്ഷണം ഒരുക്കുമെന്ന് കേരള പോലീസ് അറിയിച്ചിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട യൂത്ത് കോൺഗ്രസും DYFI നേതൃത്വവും ഇവർക്ക് എല്ലാവിധ സംരക്ഷണം ഒരുക്കുമെന്ന കാര്യം നേരത്തെ തന്നെ അറിയിച്ചിട്ടുള്ളതാണ്. ഇന്ന് ഉച്ചയ്ക്ക് മറ്റ് പ്രചാരണങ്ങളിലൊന്നും കാര്യമില്ല. ജാർഖണ്ഡ് സ്വദേശികളായ ആശയുടെയും ഗാലിബിൻ്റെതും അത് സാധാരണ വിവാഹമാണ്, ലവ് ജിഹാദ് അല്ല. അവർക്ക് വേണ്ട സംരക്ഷണം കേരള പോലീസ് ഒരുക്കും എന്ന് ആലപ്പുഴ ജില്ലാ പോലീസ് മേധാവി MP മോഹനചന്ദ്രൻ വ്യക്തമാക്കുകയായിരുന്നു. മനീഷ് മഹിപാൽ അതിന്റെ വിശദാംശങ്ങൾ നൽകുകയായിരുന്നു.